നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് കുറച്ച് മുരിങ്ങയുടെ ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി മഴക്കാലം ആവണേക്കാൾ മുമ്പ്, വലിയ മഴക്കാലം വരുന്നേക്കാളും മുമ്പ് മുരിങ്ങയുടെ ഇല ഉപ്പേരി കൂട്ടാൻ വെക്കണം. നമുക്ക് അധികം മഴക്കാലത്ത് നല്ലതല്ല. അതിനായിട്ട് കുറച്ച് പരിപ്പ് എടുത്തിട്ട് 2 വാളം പരിപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലിടാം. പരിപ്പ് കഴുകിയത് കുക്കറിലിട്ടു. ഇതിനോടൊപ്പം തന്നെ ഒരു 5-10 ചക്കക്കുരു കൂടി വെട്ടി കഴുകി പരിപ്പിലിടാം. രണ്ടും ഒരുമിച്ചിടാം. ഒരുമിച്ച് വെന്തോളും. ആവശ്യം വെള്ളം ഒഴിച്ചു ഒരു 2-3 വിസിൽ വരുത്താം. ഇത് അടുപ്പത്ത് വെച്ചിട്ട് മുരിങ്ങയുടെ ഇല നന്നാക്കാൻ പോവാം. ജയശ്രീ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. എന്നിട്ടത് കുടയാം. എല്ലാ പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ പോണ്ടേ. ഇത് നന്നായിട്ട് ഊരിയില്ല. പഴുത്ത ഇലയും കളയണം. പഴുത്ത ഇല കളയുക, കേടുണ്ടോ നോക്കുക, നാലാണ്ടോ നോക്കുക. എന്നിട്ട് നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ നന്നാക്കി കഴിഞ്ഞു. നാളികേരം ചെരുകി വെച്ചു. അരയ്ക്കാനുള്ളത് ജയശ്രീ അരച്ചോളൂ. കുറച്ച് അരച്ചാൽ മതി. ജീരകം കൂട്ടി അരയ്ക്കാം. ഇത് എന്തോ നോക്കാം കേട്ടോ. പ്രഷറൊക്കെ പോയി കഴിഞ്ഞു. വന്നിട്ടുണ്ട്. ചക്കക്കുരു വന്നിട്ടുണ്ട്. പരിപ്പ് വന്നിട്ടുണ്ട് ബെസ്റ്റായിട്ട്. നമുക്കതിലേക്ക് മുരിങ്ങയുടെ ഇല ഇടാം. ജയശ്രീ നാളികേരത്തിൽ കുറച്ച് ജീരകട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് അരയ്ക്കുകയാണ് കേട്ടോ. നന്നായിട്ട് അരയ്ക്കട്ടെ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇട്ടു. ഉപ്പിടാം. കണ്ണിൻ്റെ ആരോഗ്യത്തിന്, അതായത് നല്ല കാഴ്ചയൊക്കെ ഉണ്ടാവാനായിട്ട് മുരിങ്ങയുടെ ഇല ദിവസം കഴിക്കണം, നല്ലതാണ്. അതുപോലെ തന്നെ പ്രഷറൊക്കെ കുറയാനായിട്ട്, ബ്ലഡ് പ്രഷർ കുറയാനായിട്ട് മുരിങ്ങയുടെ ഇല കഴിക്കണത് നല്ലതാണ് കേട്ടോ. ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് നമ്മൾ. ഇനി ഒന്ന് തിളച്ചാൽ മതി. കാരണം പച്ചവെള്ളം ഒഴിച്ചാലേ തിളച്ചാൽ മതി. അപ്പോൾ മുരിങ്ങയുടെ ഇല വെന്തുണ്ടായിരിക്കും. പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നാളികേരം ജീരകം കൂട്ടി അരച്ചതാണ് അതിലൊഴിക്കാം. ഇനി മിക്സി ഒന്ന് കഴുകിയിട്ട് ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ആവുമല്ലോ. വെള്ളം ചേർത്തല്ലേ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഉപ്പ് നോക്കാം. കുഴപ്പമില്ല, കുറച്ചുകൂടി ഇടാം കേട്ടോ. ലേശം ഉപ്പും കൂടി ഇടാം. ഇത്തിരി കൂടി ഇട്ടു ഞാൻ കേട്ടോ. ഇപ്പോഴോ ഇപ്പോൾ കറക്റ്റായിട്ട് ഉപ്പ് പാകമാണ്. തിളച്ചിട്ടുണ്ട്. പാൻ ചൂടായി. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ അതാ ചൂടായിട്ടുണ്ട്. 2 ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 2 വറ്റൽമുളക് പൊട്ടിച്ചിടാം. ഇതാ ഇതിലേക്ക് ഒഴിച്ചു. നല്ല വാസന വന്നു. ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തുറക്കാം കേട്ടോ. അപ്പോൾ നല്ല വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്ന സൂപ്പർ മുരിങ്ങയില കറി നമ്മളിന്ന് വെച്ചു.
പിന്നെ മാങ്ങ കൂട്ടാനുണ്ട്, മാമ്പഴ കൂട്ടാനുണ്ട്. പിന്നത്തെ ഉച്ചയൂണ് മാമ്പഴ കൂട്ടാൻ പ്ലസ് മുരിങ്ങയില സ്പെഷ്യൽ കേട്ടോ. നമ്മുടെ മുറ്റത്തുനിന്ന് കിട്ടിയിട്ടുള്ള മുരിങ്ങയുടെ ഇലയാണ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള പരിപ്പ്, ചക്കക്കുരു, ഇത്രേ ഉള്ളൂ. അപ്പോൾ സ്വന്തം സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. മാമ്പഴ കൂട്ടാൻ അങ്ങനെ തന്നെ ഇവിടുന്ന് പറക്കിയ മാങ്ങ കൂട്ടാൻ വെച്ചു. ഓക്കെ, ചോറ് വിളമ്പാം. ചോറ് 2 കയ്യിൽ വിളമ്പി. ഇനി നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മുരിങ്ങയില കൂട്ടാൻ ഒഴിക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിക്കണം, നല്ലതാണ് കേട്ടോ. എല്ലാവരും കഴിച്ചോളൂ. കർക്കിടക മാസത്തിൽ മാത്രം നമ്മുടെ മുരിങ്ങയില കൂട്ടില്ല, ബാക്കി എല്ലാ സമയത്തും കൂട്ടാം കേട്ടോ. ഇനി മാമ്പഴ കൂട്ടാനുണ്ട്, അത് ഒഴിക്കാം. മാമ്പഴ കൂട്ടാൻ ഇന്നലത്തെയാണ് കേട്ടോ. ഉച്ചയ്ക്കുള്ള ഊണ് സൂപ്പറായില്ലേ. ഇനി നമുക്ക് വേണമെങ്കിൽ മാങ്ങ അച്ചാറോ നാരങ്ങ അച്ചാറോ എടുക്കാം കേട്ടോ. കൊണ്ടാട്ടമുളകുണ്ട്. ഇനി ഊണ് കഴിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ കേട്ടോ.